പൈത്തണിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു പ്രോഗ്രസ് ബാർ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടേഷൻ ഒരു പൈപ്പ് ലൈൻ റൺ ചെയ്യുമ്പം, എന്തെങ്കിലും ഒരു ഡേറ്റ ക്ലീനിങ്, ഡേറ്റ പ്രീ പ്രോസസ്സിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ റൺ ചെയ്യുമ്പം കുറച്ച് സമയമെടുക്കുന്ന ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ അത് എത്ര സമയമെടുക്കും, എത്രത്തോളം പ്രോഗ്രസ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു പ്രിൻറ്റിങ് മെക്കാനിസം വഴി എന്തെങ്കിലും ഒരു ഗ്രാഫിക്സ് വെച്ചോ എന്തെങ്കിലും ഒരു കാണുന്നത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. സോ അത് ചെയ്യാനായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പൈത്തണിൽ ഒരു ലൈബ്രറി ഉണ്ട്. അതിൻ്റെ പേര് TQDM എന്നുള്ളതാണ്. സോ അത് ബേസ് പൈത്തണിൻ്റെ ഭാഗമായിട്ട് വരുന്നതല്ല. സോ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അതിനായിട്ട് നമുക്ക് pip install TQDM നമ്മൾ ടെർമിനലിൽ കൊടുത്തിട്ട് പൈത്തൺ ടെർമിനൽ ലൈക്ക് നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റിൽ കൊടുത്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. സോ ഇവിടെ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ അത് ചെയ്യാനായിട്ട് കാണിച്ചിരിക്കുകയാണ്. നമുക്ക് എപ്പോഴെല്ലാം ഒരു ആ ലൂപ്പിലിട്ട് നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നു ആ ലൂപ്പിൻ്റെ അകത്ത് നമുക്ക് ഈ TQDM അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു ലൂപ്പിൽ എനിക്ക് കുറേ ഫയൽസ് എന്തെങ്കിലും റൈറ്റ് ചെയ്യാനോ റീഡ് ചെയ്യാനോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതൊരു ഫോർ ലൂപ്പിൻ്റെ അകത്തായിരിക്കും ആ ഒരു ഓപ്പറേഷൻ വരുന്നത്. സോ ആ ഫോർ ലൂപ്പ് എത്ര ഐറ്ററേഷൻ പോകുന്നു എന്നുള്ളത് നമുക്കിവിടെ കൊടുക്കുന്ന ഐറ്ററബിൾ വേരിയബിളിൻ്റെ എന്താണോ അതനുസരിച്ചായിരിക്കും ആ വരുന്നത്. സോ നമുക്ക് TQDM യൂസ് ചെയ്യാനായിട്ട് സിമ്പിളായിട്ട് നമ്മുടെ ഐറ്ററബിൾ വേരിയബിൾ നമ്മൾ ഈ TQDM എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്ത് കൊടുക്കുകയാണ് വേണ്ടത്. സോ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ നമ്മൾ ഫ്രം TQDM ഇമ്പോർട്ട് TQDM എന്ന് പറഞ്ഞ് ഇമ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ലൈബ്രറി ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ഇവിടെ ലൈബ്രറിയുടെ പേരും നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ്റെ പേരും സെയിം തന്നെയാണ്. TQDM രണ്ടും TQDM എന്നാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഈ രീതിയിൽ വരുന്നത്. സോ ഇവിടെ ഞാൻ TQDM എന്നതിൻ്റെ അകത്താണ് റേഞ്ച് 100 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. വെറുതെ 100 ഐട്രേഷൻസ്, എന്തെങ്കിലും ഒരു 100 ഐട്രേഷൻസ് സം ഓപ്പറേഷൻസ്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് നമ്മുടെ കോഡ് എന്തെങ്കിലുമൊക്കെ ഓപ്പറേഷൻസ് ഫയൽ റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പ്യൂട്ടേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുക്കാവുന്നതാണ് ഈ ഒരു ലൈനിൽ അല്ലെങ്കിൽ ഇതിൻ്റെ താഴത്തോട്ട്. ബട്ട് ഇവിടെ ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് എനിക്ക് ആ ഒരു ഓപ്പറേഷൻ ചെയ്തെടുക്കാൻ ഒരു സ്ലൈറ്റ് ഡിലേ നമുക്ക് എന്തായാലും എടുക്കും. സോ അതിനെ മിമിക് ചെയ്യാനായിട്ടാണ് ഞാനിവിടെ ഈ സ്ലീപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഒരു 0.1 സെക്കൻഡിൻ്റെ ഒരു 100 മില്ലി സെക്കൻഡിൻ്റെ ഒരു ഡിലേ കൂടെ ഞാനിതിൽ ഇടുവാണ്. സോ ആ ഡിലേ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ടൈം ലൈബ്രറിയിൽ നിന്ന് സ്ലീപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇമ്പോർട്ട് ചെയ്തത്. സോ ഈ ഒരു സ്ലീപ്പ് ഫംഗ്ഷൻ നമ്മുടെ ആ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എടുക്കുന്ന ഡിലേനെ മിമിക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇനി ഇത് നമുക്ക് റൺ ചെയ്ത് നോക്കാം എന്തായിരിക്കും റിസൾട്ട് വരുന്നതെന്നുള്ളത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ആ ഒരു പ്രോഗ്രസ് ഓരോ ഐട്രേഷൻ കഴിയുന്നതനുസരിച്ച് ആ ഒരു പ്രോഗ്രസ് ബാർ കാണാം. എത്ര ഐട്രേഷൻസ് ആയി, എത്ര പെർസെൻറ്റേജ് ആയി, എത്ര ടൈമുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. എത്ര സമയമെടുത്തു, എത്ര സ്പീഡിലാണ് പോകുന്നത്, ഒരു സെക്കൻഡിൽ എത്ര ഐട്രേഷൻ പോകുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാൻ പറ്റും, എത്ര പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയി എന്നുള്ളതും. സോ ഇത് വളരെ ഹാൻഡി ആയിട്ടുള്ളൊരു യൂസാണ്. കാരണം വലിയ കൂടുതൽ ടൈം എടുക്കുന്ന ഓപ്പറേഷൻസൊക്കെ റൺ ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് TQDM യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു അപ്ഡേറ്റ് എത്രത്തോളം കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് അറിയാനായിട്ട് ഒറ്റ സിംഗിൾ ലൈനിൽ തന്നെ കാണാൻ സാധിക്കും. ഒരുപാട് നമ്മുടെ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വന്ന് നമ്മുടെ ടെർമിനലോ അല്ലെങ്കിൽ നമ്മുടെ ജൂപ്പിറ്റർ നോട്ട്ബുക്കോ നിറയാതെ തന്നെ നമുക്കിത് ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് ഇതിൻ്റെ സ്പീഡ് ഒന്നുകൂടെ കൂട്ടി കൊടുത്ത് നോക്കാം. കുറച്ചും കൂടെ ടൈം ഡിലേ കുറയ്ക്കാം. കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ഇപ്പോൾ ഇത് റൺ ആവുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു കാര്യം നിങ്ങളോരോ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുമ്പം അപ്ലൈ ചെയ്യുക. സോ ദാറ്റ് അതിൻ്റെ പ്രോഗ്രസ് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനായിട്ടും എളുപ്പം നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും.